ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് വെരിഫിക്കേഷൻ ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം ആണ്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിനനുസരിച്ചാണ് വയറിംഗ് ചെയ്യേണ്ടത്. സർക്യൂട്ട് ഡയഗ്രത്തിലെ എക്യുപ്മെന്റ്സും മീറ്റേഴ്സും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ എനർജി സോഴ്സ് E1. ഇതാണ് V1 വോൾട്ട് മീറ്റർ. ഇതാണ് A1 അമ്മീറ്റർ. ഇത് മൂന്നുമാണ് നമ്മുടെ റിയോസ്റ്റാറ്റുകൾ. 3 റിയോസ്റ്റാറ്റുകൾ. ഇതിന്റെ ഫിക്സഡ് പോയിന്റുകളിലാണ് നമ്മൾ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ഇതാണ് A2 അമ്മീറ്റർ. ഇത് A3 അമ്മീറ്റർ. ഇത് V2 വോൾട്ട് മീറ്റർ. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ. അതുപോലെ നമ്മുടെ E2 എനർജി സോഴ്സ്, രണ്ടാമത്തെ എനർജി സോഴ്സായ E2 എനർജി സോഴ്സ്. നമ്മൾ ഈ എക്സ്പെരിമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ മിനിമം വോൾട്ടേജ് പൊസിഷനിലാണെന്ന്. പൊട്ടൻഷ്യൽ ഡിവൈഡറിന്റെ കണക്ഷൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ എനർജി സോഴ്സിൽ നിന്നും പോസിറ്റീവിൽ നിന്നെടുത്ത് പൊട്ടൻഷ്യൽ ഡിവൈഡറിന്റെ ഒരു ഫിക്സഡ് പോയിന്റിൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എനർജി സോഴ്സിന്റെ നെഗറ്റീവ് വയറ് പൊട്ടൻഷ്യൽ ഡിവൈഡറിന്റെ മറ്റൊരു ഫിക്സഡ് പോയിന്റിൽ കൊടുത്തിരിക്കുകയാണ്. രണ്ടിന്റെയും ഔട്ട് എടുക്കുന്നത്, പോസിറ്റീവ് ഔട്ട് എടുക്കുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡറിന്റെ വേരിയബിൾ പോയിന്റ് എന്നാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ഔട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ പോയിന്റ്, ഫിക്സഡ് പോയിന്റ് തന്നെയാണ് ഇതിന്റെ നെഗറ്റീവ് ഔട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് ആരംഭിക്കുകയാണ്. ആദ്യം നമ്മുടെ എനർജി സോഴ്സ് E1 പവർ സപ്ലൈ ഓൺ ചെയ്യുന്നു. അപ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ നമ്മുടെ E2 പവർ സപ്ലൈയും ഓൺ ചെയ്യുന്നു. ആദ്യമായി നമ്മൾ V1 26 വോൾട്ടിൽ സെറ്റ് ചെയ്യാണ്. V1 നമ്മൾ 26 വോൾട്ടിൽ സെറ്റ് ചെയ്തു. V1 26 വോൾട്ടേജിലുള്ളപ്പോഴുള്ള 3 റീഡിങ്ങുകൾ നമ്മൾ എടുക്കണം. A1 റീഡിംഗ് എടുക്കണം. അപ്പോഴുള്ള 3 അമ്മീറ്റർ റീഡിങ്ങുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. A1 വരുന്നത് 1.88 ആണ് വരുന്നത്. A2 വരുന്നത് 0.9 ആണ്. അതുപോലെ A3 വരുന്നതും 0.9 ആണ്. അടുത്തതായി V2വിന്റെ വോൾട്ടേജ് നോക്കണം. V2 0.3 വോൾട്ടാണ് V2 വരുന്നത്. നെക്സ്റ്റ് റീഡിംഗ് V1 24 വോൾട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. V1 24 വോൾട്ട്. അതുപോലെ തന്നെ V2 പൊട്ടൻഷ്യൽ ഡിവൈഡർ വളരെ മൈന്യൂട്ടായി വേരിയേഷൻ നടത്തി 1 വോൾട്ടിലേക്ക്, V2 1 വോൾട്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. V1 24 വോൾട്ട് ആയിരിക്കുമ്പോഴുള്ള A1 റീഡിംഗ് നോക്കാം. 1.72. അതുപോലെ A2 റീഡിംഗ് നോക്കാം. 0.87. അതുപോലെ A3 റീഡിംഗ് നോക്കാം. 0.78. മുൻ റീഡിംഗുകൾ എടുത്ത പോലെ E1 വോൾട്ടേജ് കുറച്ചുകൊണ്ട്, അതുപോലെ പൊട്ടൻഷ്യൽ ഡിവൈഡർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് E2 വോൾട്ടേജ് കൂട്ടിക്കൊണ്ടും ഉള്ള 7 വ്യത്യസ്ത റീഡിംഗ് എടുത്തതാണ് ഈ ടേബിൾ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. സ്റ്റെപ്പ് 2 കണക്ഷൻ ഡയഗ്രാം. E1 ആക്ടിംഗ് എലോൺ. ഈ സർക്യൂട്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ E2 സപ്ലൈ സോഴ്സും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിവൈഡറും സർക്യൂട്ടിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. സ്റ്റെപ്പ് 2 E1 ആക്ടിംഗ് എലോൺ. V1 വോൾട്ടേജ് 26ൽ സെറ്റ് ചെയ്തുകൊണ്ട് അപ്പോഴുള്ള 3 അമ്മീറ്റർ റീഡിങ്ങുകൾ യഥാക്രമം A1 എന്ന് പറയുന്നത് I1 ഡാഷും A2 എന്ന് പറയുന്നത്
I2 ഡാഷും A3 എന്ന് പറയുന്നത് I3 ഡാഷുമാണ്. ഇതിലെ A1 റീഡിംഗ് I1 ഡാഷ് എന്ന് പറയുന്ന A1 റീഡിംഗ് 1.9 ആംപിയർ ആണ്. അതുപോലെ A2 I2 ഡാഷ് ആ റീഡിംഗ് 0.9 ആംപിയർ ആണ്. അതുപോലെ A3 I3 ഡാഷ് ആ റീഡിംഗ് മൂന്നാമത്തെ റീഡിംഗ് 0.92 ആംപിയറുമാണ്. നെക്സ്റ്റ് റീഡിംഗ് V1 24 വോൾട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ട് 3 ആംമീറ്റർ റീഡിംഗുകൾ നമുക്ക് നോക്കാം. അതിൽ I1 ഡാഷ് 1.74 ആംപിയറും I2 ഡാഷ് 0.85 ആംപിയറും I3 ഡാഷ് 0.86 ആംപിയറുമാണ്. സ്റ്റെപ്പ് 2 E1 എലോൺ. E1 വോൾട്ടേജ് 26 വോൾട്ട് 24 വോൾട്ട് റീഡിംഗുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വോൾട്ടേജ് കുറച്ചുകൊണ്ടെടുത്ത 7 വ്യത്യസ്ത റീഡിംഗുകളാണ് ടാബുലർ കോളത്തിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിലവിൽ സ്റ്റെപ്പ് 2ലെ എല്ലാ റീഡിംഗുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. സ്റ്റെപ്പ് 3 E2 ആക്ടിംഗ് എലോൺ. സ്റ്റെപ്പ് 3 സർക്യൂട്ട് ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ സർക്യൂട്ട് പ്രകാരം E1 സപ്ലൈ സോഴ്സ് ഒഴിവാക്കിയിരിക്കുന്നതാണ് സ്റ്റെപ്പ് 3ൽ വന്ന മാറ്റം. സ്റ്റെപ്പ് 3 E2 ആക്ടിംഗ് എലോൺ. ഈ സർക്യൂട്ട് ഡയഗ്രം പ്രകാരം നമ്മൾ വയറിംഗ് ചെയ്തു കഴിഞ്ഞു. സപ്ലൈ സോഴ്സ് ഓൺ ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിവൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് V2 വോൾട്ടേജ് 0.3 വോൾട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കും. V2 0.3 വോൾട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം 3 ആംമീറ്റർ റീഡിംഗുകളാണ് നമുക്കിനി എടുക്കേണ്ടത്. ആദ്യത്തെ I1 2 ഡാഷ് 0.01 ആംപിയറും I2 2 ഡാഷ് 0.01 ആംപിയറും I3 2 ഡാഷ് 0.02 ആംപിയർ. പൊട്ടൻഷ്യൽ ഡിവൈഡർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് റീഡിംഗ് V2 1 വോൾട്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ പ്രകാരമുള്ള 3 ആംമീറ്റർ റീഡിംഗുകൾ നമ്മൾ എടുക്കുകയാണ്. നെക്സ്റ്റ് I1 2 ഡാഷ് I2 2 ഡാഷ് 0.03 ആംപിയർ I3 2 ഡാഷ് 0.05 ആംപിയർ. സ്റ്റെപ്പ് 3 E2 എലോൺ. V2 വോൾട്ടേജ് 0.3 വോൾട്ട് 1 വോൾട്ട് എന്നീ 2 റീഡിംഗുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതുപോലെ പൊട്ടൻഷ്യൽ ഡിവൈഡർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എടുത്ത 7 വ്യത്യസ്ത റീഡിംഗുകളാണ് ടാബുലർ കോളത്തിൽ നിങ്ങൾ കാണുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നീ 3 സർക്യൂട്ടുകളിലെയും എല്ലാ റീഡിംഗുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി കാൽക്കുലേഷനിലേക്ക് നമുക്ക് കടക്കാം.